ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്തൃദിവസത്തിൽ വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണം. നമുക്കൊക്കെ പല ഭാരമുണ്ട്. ഈ ഭാരമെല്ലാം അത് അതിൻ്റെ വഴിയിലങ്ങ് പൊക്കോട്ടെ. ഭാരങ്ങളെല്ലാം അതിൻ്റെ വഴിയിലങ്ങ് പോകുക. സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം ഭാരം ഈയിടെ നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു. കാലും കൈയും ഇല്ലാത്തൊരു കൊച്ചൻ പറയുന്നത് നമ്മൾ ചിലർ കണ്ടായിരുന്നു. അവനെ ആർക്കും വേണ്ടായിരുന്നു. ഒരു മനുഷ്യന് അവരോട് മനസ്സിലവ് തോന്നി, അവനെ എടുത്തു വളർത്തി. കാലും ഇല്ല, കയ്യും ഇല്ല. ആ അനുഭവമൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രയാസവും പ്രതികൂലവും ഒക്കെ വല്ലതുമാണോ? പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പരസഹായമില്ലാതെ ആഹാരം കഴിക്കാൻ കഴിയത്തില്ല. ഒരു കാര്യവും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊന്നും വലിയ പ്രയാസമല്ല. ചെറിയ സാമ്പത്തിക ഭാരവും പ്രയാസവും അതൊന്നും ഒരു വലിയ കാര്യമില്ല. അത് അതിൻ്റെ സമയത്ത് കാര്യങ്ങളെല്ലാം ദൈവം നടത്തിത്തരും. നമ്മൾ അതുകൊണ്ട് എന്തായിരിക്കുക? ധൈര്യമായിട്ടിരിക്കുക. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ നമ്മുടെ ചിന്താഗതികളെല്ലാം ഒന്ന് മാറണം. നമ്മുടെ ഹൃദയ കാഠിന്യങ്ങളൊന്ന് മാറണം. അറിയാതെ നമുക്ക് ഹൃദയ കാഠിന്യങ്ങൾ വരുക. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അറിയാതെ ഹൃദയ കാഠിന്യം നമ്മൾ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിശാചിൻ്റെ പരിപാടിയാണ് ഇതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്ക് ഹൃദയ കാഠിന്യം ഉണ്ടായാൽ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ നമ്മളെ തന്നെ കാണണം. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 1 തെസ്സലോനിയർ 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കെദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരേണം എന്ന് പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിൻ്റെ ലേഖനങ്ങളെല്ലാം ഉപദേശ രൂപേണയുള്ളതാണ്. വെറും പ്രസംഗമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകേണ്ടത്. കർത്താവ് ചെയ്ത കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവിക പ്രവൃത്തികളെല്ലാം സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. അപ്പോസ്തലന്മാർ ചെയ്ത കാര്യങ്ങളെല്ലാം അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നുണ്ട്. അവർ ചെയ്ത പ്രവൃത്തികൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, ഹല്ലേലൂയ, അത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട് ചെയ്ത കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചില സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ റെക്കോർഡിലുണ്ട്. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളെക്കുറിച്ചും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയെല്ലാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം റെക്കോർഡല്ലെന്ന് തോന്നരുത്. ചെറിയ ഒരു സിമ്മിനകത്ത് കൊള്ളാൻ പോലും ഉള്ളതില്ല നമ്മുടെ ജീവിതയാത്ര മുഴുവനും. നമ്മുടെ ജീവിതയാത്ര മുഴുവനും ചെറിയൊരു സിമ്മിൽ കൊള്ളാനില്ലാത്ത അനുഭവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ അതിലും വലിയ ടെക്നോളജികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലും വലിയ ടെക്നോളജി. അപ്പോൾ കർത്താവിൻ്റെ ടെക്നോളജി എത്ര വലുതാ! സ്തോത്രം. ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്നുണ്ട്, ആരും അറിയാതെയാണ് നാം ചെയ്യുന്നതെങ്കിലും സ്വർഗത്തിലെ ദൈവം അത് റെക്കോർഡായിട്ടിടും. നീ ആരും അറിയാതെ ഒരു കാര്യം കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡായിട്ട് കർത്താവ് റെക്കോർഡ് ചെയ്തിരിക്കും. അതിനുള്ള പ്രതിഫലം കർത്താവ് നിനക്ക് തരും. ഇല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തലമുറകൾക്ക് അത് കൈമാറും. ദൈവം തമ്പുരാനത് തലമുറകൾക്ക് കൈമാറാനായിട്ടിടയായിത്തീരും. അതല്ലേ നമ്മുടെ താല്പര്യവും. നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാ. അപ്പോൾ അത് തലമുറകൾക്ക് നീതിയായി കണക്കിടും. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഒന്നുമില്ലേലും നിത്യതയിൽ വലിയൊരനുഭവമുണ്ട്. ഞാൻ പറയട്ടെ, ഇവിടെ എന്തുണ്ടെങ്കിലും അത് മായയാ. നിത്യതയിലുള്ളതാണ് ഏറ്റവും വലുതായ കാര്യം. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് ഇവിടെ പല കാര്യങ്ങളും ഉപദേശമായിട്ടാണ് പറയുന്നത്. ലേഖനങ്ങൾ അപ്പോസ്തലപ്രവൃത്തി കഴിഞ്ഞ് ലേഖനമാകുമ്പോൾ, ലേഖനം നമ്മൾ നേരത്തെ എഴുത്തെഴുതാറുണ്ടായിരുന്നു. ഓരോ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞാൽ എഴുത്തെഴുതുന്നത്. പണ്ട് എഴുത്തെഴുതുമായിരുന്നു. ആൾ രോഗിയായി കിടക്കുമ്പോൾ ഇന്നാൾ രോഗിയാണ്, നിങ്ങൾ നേരത്തെ വന്നാൽ കാണാമെന്നൊക്കെ പറഞ്ഞ് എഴുത്തെഴുതുമായിരുന്നു. ഇപ്പോൾ എഴുത്തിൻ്റെ കാലം പോയി. സ്തോത്രം, എല്ലാത്തിൻ്റെയും കാലം മാറി. ഇപ്പോൾ മോഡേൺ ടെക്നോളജിയാണ്. അപ്പം ഇവിടെ സ്തോത്രം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അനേക കാര്യങ്ങൾ ഉപദേശങ്ങളാണ്.
കൽപ്പനകളെന്ന് വെച്ചാൽ 10 കൽപ്പനയല്ല, അതിനകത്തെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്ന അനേക കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തെസ്സലോനിക്കയിലുള്ളവരെ ഓർപ്പിക്കുകയാണ്, സഹോദരപ്രിയതയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. ആ സഭയിൽ തെസ്സലോനിക്കയിലുള്ളവരെല്ലാം അന്യോന്യം സ്നേഹിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഇടയ്ക്ക് ആമേൻ പറയാൻ പറ്റുമോ? തെസ്സലോനിക്കയിലുള്ളവരെല്ലാം അന്യോന്യം സ്നേഹിക്കുന്നവരാ. ഹല്ലേലൂയ. തെസ്സലോനിക്കയിലുള്ളവർ എല്ലാം അതിൻ്റെ എഴുതേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടും എഴുതുക. സ്തോത്രം. എഴുതേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇത് ദൈവശാസ്ത്രീയമായതുകൊണ്ട് മറ്റിടങ്ങളിലും വായിക്കുന്നത് കൊണ്ടും ഇത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടുമാണ് തെസ്സലോനിക്കയിലുള്ളവർക്ക് എഴുതിയതാണെങ്കിലും അത് പൊതുവായ ലേഖനമായി വരുന്നത്. അവരത് ആചരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അവർ അതെന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. കാരണം അവർ നന്നായി സ്നേഹിക്കുന്നവരാ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ, ഈ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം ഏറ്റവും നല്ലതാണ്. അത് പോസിറ്റീവ് വേയിലേ ഉപയോഗിക്കാവുള്ളൂ. നല്ല കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ലതായ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നശിപ്പിച്ച് കളയാതെ ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. സ്തോത്രം. അതൊക്കെ സഹോദര സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇവിടെ വീട്ടിൽ വരുമ്പം ചിലപ്പോൾ കപ്പയോ കോവയ്ക്കായോ ഒക്കെ അവിടെ ഇരിക്കുന്നതാണ്. ആരാ വെച്ചേച്ച് പോയെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ മുട്ട വെച്ചേച്ച് പോകാറുണ്ട്. ഞാൻ അറിഞ്ഞില്ലേലും സ്വർഗത്തിലെ ദൈവത്തിന് അതറിയാം. അതാ ഒരു സഹോദരപ്രീതി ദൈവസ്നേഹത്തിൻ്റെയാണ്. നമ്മുടെ പല വീടുകളിലും ഒക്കെ ഇങ്ങനെ ആളുകൾ ചെയ്ത് കൊണ്ടുപോയി വെക്കാറുണ്ട്. അതൊരു സ്നേഹമാണ്, സഹോദരപ്രീതിയാണ്. നമ്മൾ സ്തോത്രം, ഒരാൾ വേദനയിലിരിക്കുമ്പോൾ എന്തെങ്കിലും അയച്ചു കൊടുക്കുന്നത് സഹോദരപ്രീതിയാണ് കേട്ടോ. സ്തോത്രം. അവരുടെ വേദനയുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ അതൊരു സഹോദരപ്രീതിയാണ്. സ്തോത്രം. ഇവിടെ പറയുക, സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ല. അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളത് ദൈവത്താലുള്ള ഉപദേശമാണ്. ഹല്ലേലൂയ. ആരും ആരോടും കയ്പായിരിക്കാൻ പാടില്ല. ആരോടും കയ്പായിരിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ ഉപദേശമാണ് അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളത്. ചിലർ അങ്ങ് ഉള്ളിൽ നിന്ന് കയ്പ് മാറത്തില്ല. എത്ര പ്രസംഗിച്ചാലും കയ്പ് മാറുകയില്ല, എത്ര പ്രാർത്ഥിച്ചാലും മാറത്തില്ല, എത്ര ഉപവാസം എടുത്താലും മാറത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എത്ര കാര്യം ചെയ്താലും ഇത് മാറത്തില്ല. അത് മാറണം. സ്തോത്രം. അത് ദൈവത്തിൻ്റെ ഉപദേശമാണ്. അന്യോന്യം. സ്തോത്രം. ഹല്ലേലൂയ. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ. ദൈവത്താൽ ഉപദേശം പ്രാപിച്ച അത് ദൈവത്തിൻ്റെ ഉപദേശമാണ്. ദൈവം തന്നെ സ്നേഹമാണ്. നമ്മൾ പിള്ളേർ വാക്യം പറയല്ലേ, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാണ്. അതിന് ഈ നല്ല സ്നേഹമാണെങ്കിൽ എന്തോ ഒരു അനുഭവമാണെന്നറിയാമോ? നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ സ്നേഹമാണെങ്കിൽ ഒരു പ്രത്യേക അനുഭവമാണ്. സഭയിലെല്ലാവരും സ്നേഹമാണെങ്കിൽ പ്രത്യേക അനുഭവമാണ്. സെൻറ്ററിലെല്ലാവരും കൂടെ സ്നേഹമാണെങ്കിൽ സ്തോത്രം, അത് വലിയൊരു അനുഭവമാണ്. കാരണം ഇതിനെതിരായിട്ട് നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ പിള്ളേർ മത്സരത്തിന് പോകും. ചിലപ്പോൾ അവർക്ക് സമ്മാനം കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ ഏതെങ്കിലും സഭയ്ക്കായിരിക്കും 1ാം സ്ഥാനം വരുന്നത്. അപ്പോൾ ഉള്ളിൽ നമുക്കൊരു പകയങ്ങുണ്ടാകുക. നമുക്കിവിടെ പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിശാച് അതങ്ങ് പൊരുൾ തിരിച്ചു കൊടുക്കും. പിശാച് പൊരുൾ തിരിച്ചു കൊടുക്കും. ഹല്ലേലൂയ. പിശാച് പൊരുൾ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പിശാച് പൊരുൾ തിരിച്ചു കൊടുക്കാനിടയായിത്തീരും. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. അതിൻ്റെ കൊണ്ടാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരാകരുതെന്ന് പറയുന്നത്. അങ്ങനെ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. നിങ്ങൾ എല്ലാവരോടും തെസ്സലോനിക്കക്കാരോട് പറയുക, മക്കദോനിയയിലുള്ളവരോടെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? സ്നേഹിച്ചു പോവുക. എനിക്ക് എല്ലാ പെന്തക്കോസ്തുകാരെയും ഇഷ്ടമാണ്, എല്ലാ ഡിനോമിനേഷനെയും ഇഷ്ടമാണ്, ദൈവമക്കളെന്ന് പറയുന്ന എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷെ നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ പോകുന്നു. നമുക്ക് ദൈവമക്കളെന്നുള്ളൊരു സ്നേഹം, ആ ഒരു വലിയ സ്നേഹം നമുക്കുണ്ടായിരിക്കണം. എല്ലാ ദൈവമക്കളെയും ദൈവമക്കളായി കാണുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം.
ഈ പല വിശ്വാസികൾ തമ്മിൽ അകന്നായിരിക്കുന്നെങ്കിലും സംഘടനകൾ അകന്നായിരിക്കുന്നെങ്കിലും നേതാക്കന്മാരെല്ലാവരും ഒന്നാണ് കേട്ടോ. പാർട്ടി പോലെ തന്നെയാണ്. ഹല്ലേലൂയ. പാർട്ടി പോലെ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ന്യൂൻഡിയുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. എൻ്റെ ചേട്ടന്മാർ അവിടെ ആയിരുന്നു, ആ പെങ്ങന്മാരും അളിയനും എല്ലാം അവിടെ. അപ്പോൾ ആ ഒരു ബന്ധമുണ്ട്. അതിനെന്നെ വിമർശിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷേ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എല്ലാവരോടും നമ്മൾ അങ്ങനെ. ഇപ്പോൾ ചർച്ചക്കോടാണെങ്കിൽ എൻ്റെ അനിയത്തി ചർച്ചക്കോടാണ്. അപ്പോൾ ചർച്ചക്കൂടുകാരോട് നമുക്ക് സ്നേഹമുണ്ട്. ഷാരോണിലുള്ളവരുണ്ട്, അവരോട് സ്നേഹമുണ്ട്. ഏജിലുള്ളവരുണ്ട്, അവരോട് നമുക്ക് സ്നേഹമുള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്നേഹമില്ലായ്മയില്ല. അത് ഒരു പോരാട്ടമാണ് കേട്ടോ. ഹല്ലേലൂയ. അതൊരു പോരാട്ടമാണ്. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ചിലർക്ക് അവരുടെ സഭയോട് മാത്രമേ താല്പര്യമുള്ളൂ, അവരുടെ സഭയിലോട്ട് മാത്രമേ ആളുകൾ വരാവുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനെയൊന്ന് ഓവർകം ചെയ്യണം. ഹല്ലേലൂയ. അതിനെയൊന്ന് ഓവർകം ചെയ്യണം. സ്തോത്രം. ചിലർ അവരുടെ സഭയിലെ കർത്തൃമേശ മാത്രമേ എടുക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. നമ്മൾ അറിയണം, കർത്താവിനോടൊപ്പം ഒരിക്കൽ നമ്മൾ പന്തിഭോജനത്തിൽ ഇരിക്കേണ്ടവരാണ്. അതിനകത്ത് ഏത് ഡിനോമിനേഷനാണെന്നുള്ളതല്ല, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് കർത്താവിൻ്റെ കാന്ത. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാന്ത എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ കൂട്ടായ്മ, ആ ഒരു അനുഭവത്തിലുള്ളവരാണ് കർത്താവിൻ്റെ കാന്ത. അവരെല്ലാം സഹോദരന്മാരാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. റോമാലേഖനം 12:9. ഹല്ലേലൂയ. സ്നേഹം നിർവാജ്യം ആയിരിക്കട്ടെ. സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കണം എന്ന് വെച്ചാൽ സ്തോത്രം, വ്യാജമില്ലാത്തത്. ഹല്ലേലൂയ. വ്യാജമില്ലാത്ത സ്നേഹം. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ്, അവർ അടിയുണ്ടാക്കിയാലും പിന്നെ അവരങ്ങ് സ്നേഹമാവും. അവർ വ്യാജമില്ലാതാണ് പോകുന്നത്. സ്തോത്രം. സ്നേഹം നിർവ്യാജമായിരിക്കണം എന്ന് വെച്ചാൽ വ്യാജ മനോഭാവത്തോടെ ആയിരിക്കരുത് നമ്മുടെ സ്നേഹം. ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കരുത്. സ്നേഹം നിർവ്യാജമായിരിക്കണം. അത് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നതിൻ്റെ കാര്യം അങ്ങനെ ഉണ്ടാകാൻ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. അപ്പൊ തീയത് ലോകത്തിലുണ്ട്, തീയതായ കാര്യങ്ങളുണ്ട്, തീയതായ കാര്യം സമൂഹത്തിലുണ്ട്. എന്ത് തീയതാണേലും നമ്മളോട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിനെ നമ്മളൊന്ന് അതിജീവിക്കണം. തീയതിനോട് എന്ത് ചെയ്യണം? വെറുത്ത്. തീയതിനോട് വെറുക്കണം. തീയതായ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീട്ടിലാണേലും ഒരാൾ തെറ്റ് ചെയ്ത് അത് തെറ്റാന്ന് പറയണം. നമ്മൾ അതിനകത്ത് വഴക്കുണ്ടാക്കുമല്ല, അതിനകത്ത് അത് ചെയ്ത് ശരിയല്ല എന്ന് പറയും, ശരിയല്ല എന്ന് പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ, തീയതിനോട് വെറുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോൾ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളാരും പൂർണ്ണരല്ല, പൂർണ്ണതയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. മനുഷ്യരായിരിക്കുമ്പോൾ നമുക്കും എനിക്കുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. തീയതിനോട് എന്ത് ചെയ്യണം? അതിനെ വെറുക്കണം. തീയതായ കാര്യങ്ങൾ വെറുക്കണം. ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടായിരുന്നു, ഒരു കൊലപാതകം നടത്തിയത് ഒരു സിനിമ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ്. ഒരു സിനിമ, ഭീകരമായ ഒരു സിനിമ ഒരുത്തൻ കണ്ടു, അത് തലച്ചോറിനകത്തോട്ട് കയറി അവൻ പോയി തൻ്റെ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയെന്ന് ഇന്നലെ രാത്രി നാം കേട്ടായിരുന്നു. കാരണം തീയതായ കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ മൊബൈൽ കാണിച്ച് ചോറ് കൊടുക്കുന്ന ഒന്നും ശരിയല്ല. ഇപ്പം നമ്മളും പിള്ളേരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇവരുടെ ഈ തലച്ചോറിലോട്ട് ഇതെല്ലാം അടിയുക കേട്ടോ. ശരീരത്തിൽ ഫാറ്റ് അടിയുന്നത് പോലെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇപ്പം എൻ്റെ കൊച്ചുമക്കൾക്കും അങ്ങനെ വെച്ച് കൊടുക്കുക, അല്ലെ ടി വി വെച്ച് കൊടുക്കുക, എന്നിട്ട് അതെല്ലാം ഉള്ളിലേക്ക് അടിയുക. എത്രയോ ആളുകൾ എനിക്കറിയാം, ഉന്നതന്മാരായ ആളുകൾ, കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കാത്ത എന്തോരം ആളുകളുണ്ട്. ഒന്ന് റേഡിയേഷൻ, രണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം തലച്ചോറിൽ അടിയുക. നമ്മുടെ മൊബൈലിനകത്ത് മെമ്മറി ഫുള്ളായാൽ പിന്നെ കിട്ടത്തില്ല. തലച്ചോറിനകത്ത് എല്ലാ മെമ്മറികൾ മുഴുവനും മറ്റ് കാര്യങ്ങളാണെങ്കിൽ പിന്നെ പഠിക്കാൻ നേരത്തൊന്നും അതിനകത്തോട്ട് കയറത്തില്ല. വളരെ മനസ്സിലാക്കണം. മെമ്മറി ഫുള്ളാവുക. കാരണം അവരുടെ തലച്ചോറിൽ താങ്ങാൻ പറ്റാത്തത് കൂടുതൽ കാര്യങ്ങൾ അവർ കിടക്കുക. സ്തോത്രം. ശ്രദ്ധിക്കണേ. എന്നിട്ട് അതനുസരിച്ചാണ് അവർ കാര്യം ചെയ്യുന്നത്. എന്തൊക്കെ ചാനലാണെന്നറിയത്തില്ല. ചില ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ ഗുസ്തി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഓരോന്നൊക്കെ ഇങ്ങനെ എലി ചാടി പൂച്ച ചാടിയോ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, ഇതെല്ലാം കണ്ട് ഭീകരമായ കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ അതേപടി തുടങ്ങും. സ്തോത്രം. ശ്രദ്ധിക്കണേ.
അപ്പോൾ തീയതായ കാര്യങ്ങൾ ഒഴിവാക്കണം. മൊബൈൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. റേഡിയേഷനുണ്ട്. കൊച്ചുങ്ങളെ സന്തോഷിപ്പിക്കാനും ഒരു കരയാതിരിക്കാനും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ കൊച്ചിനെ വരെ മൊബൈലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില പൂച്ചക്കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ മൊബൈൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. നമ്മൾ കാണിക്കുന്ന കാര്യമല്ല. നമ്മൾ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. ടി വി ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല, കാരണം റേഡിയേഷൻ്റെ കുറവുണ്ട്. ഇത് അവസാനം ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ തീയതിനെ എന്ത് ചെയ്യണം? വെറുക്കണം. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ വന്ന കൊച്ചുമകന് ഞാൻ പറഞ്ഞു, ആഹാരം കഴിച്ചില്ലെങ്കിൽ മൊബൈൽ കൊടുക്കാതെ ആഹാരം കഴിക്കാനുള്ള പദ്ധതിയുണ്ട്. 2 ദിവസം കൊടുക്കാതിരിക്കുക. ആരും കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് ഭാരപ്പെടണ്ട. ഒരു നേരം കൊടുക്കാതിരുന്നാൽ മതി. തന്നെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഉറിയെ വന്ന് കയറും. ഒരു നേരം ചുമ്മാ അത് ഫോർമാലിറ്റിയാണ്. ഇതൊക്കെ വെറും ഷോയാണ്. കൊച്ചുങ്ങൾ ആഹാരം കഴിക്കുന്നില്ലെന്ന് പറയുന്നത് വെറും ഷോയാണ്. എന്നോട് ദയവ് ചെയ്ത് പറയരുത്. കാരണം അത് തന്നെ കഴിച്ചോളൂ. അത് പല സാധനം പലരും കൊടുത്ത് തിന്നുന്നുണ്ട്. ഒരാൾ കൊടുക്കുന്ന അറിയത്തില്ല. തിന്നാൻ വേണ്ടി മൊബൈൽ കൊടുക്കരുത്. 2 കുഴപ്പമാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും റേഡിയേഷൻ പ്രശ്നമാണ്. നമ്മുടെ പിള്ളേർക്ക് ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് നമ്മളൊന്ന് അതിജീവിക്കണം. അതിജീവിക്കുന്ന നമുക്ക് നന്മ. സ്തോത്രം, ഹല്ലേലൂയ. അല്ലേ നിങ്ങൾ കൊച്ചുങ്ങളെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുക. അവരോട് ചെയ്യുന്ന ദോഷമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ കുറ്റം എൻ്റെ മേലാകുകയല്ലേ. സ്തോത്രം. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. ദോഷമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമല്ലേ. ദോഷമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുക. സ്തോത്രം, ഹല്ലേലൂയ. തീയതിനെ എന്ത് ചെയ്യണം? വെറുക്കണം. ഹല്ലേലൂയ. തീയതിനെ വെറുക്കണം. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളണം. നല്ലതെന്താണെന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് നിയോഗം തരും നല്ലതെന്താണെന്നുള്ളത്. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ, നല്ല ബുക്സേ വായിക്കാവുള്ളൂ. അശ്ലീലമുള്ളതൊന്നും വായിക്കരുത്. അശ്ലീലമുള്ളത് നമ്മൾ ഒത്തിരി കണ്ടു കഴിഞ്ഞാൽ ഈ അശ്ലീലം മുഴുവൻ നമ്മുടെ മനസ്സിൽ കിടക്കും. അത് നമ്മുടെ ഹൃദയത്തിൽ കിടക്കും. അത് പാപത്തിലേക്ക് പോകും. പിന്നെ അന്യായമായ ചിന്തയിലേക്ക് വരും. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. നല്ലതിനോട് പറ്റിക്കൊള്ളണം. നല്ല കാര്യങ്ങൾ കേൾക്കണം. എവിടെയെങ്കിലും അപ്പനും മക്കളും വഴക്കുണ്ടാക്കുന്ന, അമ്മയും മക്കളും വഴക്കുണ്ടാക്കുന്ന കാര്യമല്ല കേട്ടുകൊണ്ടിരിക്കേണ്ടത്. നല്ല കാര്യം, സമാധാനത്തോടെ ആരാധിക്കുന്നവരെക്കുറിച്ചുള്ള കാര്യം കേൾക്കണം. സന്തോഷത്തോടെ ജീവിക്കുന്നവരെക്കുറിച്ചുള്ള കാര്യം കേൾക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആര് നോക്കിയാലും കുറ്റമാണ്. അപ്പനും അമ്മയും മക്കളുടെ കാര്യം നോക്കുമ്പോൾ കുറ്റമാണ്. അവർ നോക്കുമ്പോൾ അപ്പനും അമ്മയും കുറ്റമാണ്. ഇതിനകത്തൊരു മധ്യസ്ഥത എന്ന് നോക്കിയാൽ അറിയാം. പിന്നെ നിങ്ങൾ പറഞ്ഞതും ശരിയാ, നീ പറഞ്ഞതും ശരിയാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ ഓരോരുത്തരും പറയുമ്പോൾ അവരവരുടെ ഭാഗമായി പറയത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. നല്ലതിനോട് പറ്റിക്കൊള്ളണം. നല്ലതെന്താണെന്നൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ നല്ലതെന്താണെന്ന് പരിശോധിക്കണം. താഴോട്ട് വായിച്ചേ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. സഹോദരപ്രീതിയിൽ ബഹുമാനിക്കുന്ന അന്യോന്യം സ്ഥായി പൂണ്ട്. നമുക്കറിയാം, നമ്മളോട് ഒരാൾക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. നമ്മളൊരു ചായ കൊടുത്താൽ തന്നെ അറിയാം, സ്നേഹത്തിൻ്റെ ആഴം അറിയാം. പ്രൈസ് ദി ലോർഡ്. സ്ഥായി പൂണ്ട്. പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഹൃദയം തുറന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ? അതുപോലെ നമ്മൾ സംസാരിക്കുകയല്ല. എല്ലാം നമുക്ക് രഹസ്യമാണ്. സ്തോത്രം. ഒരു ബന്ധവുമില്ല, എല്ലാം രഹസ്യമാണ്. ഈ കാലത്ത് രഹസ്യം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറയുക, അന്യോന്യം സ്ഥായി പൂണ്ട്. സ്ഥായി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹം. നമ്മളിപ്പോൾ കൊച്ചുങ്ങളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അവരോടുള്ള സ്ഥായിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഓസ്റ്റിനാണ് രാവിലെ ഡ്രമ്മ് കൊട്ടിക്കൊണ്ടിരുന്നത്. സ്തോത്രം. അവൻ അവിടെ നിന്ന് മാറിയപ്പോഴത്തേക്ക് അവൻ്റെ വിഷമം കാണണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത തലമുറ നിങ്ങൾക്കെല്ലാം കൊട്ടാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവൻ കരയുന്നതിന് പകരം അപ്പൻ എടുത്തൊന്ന് മാറോട് അണച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അതങ്ങ് മാറി. അതാണ് ഈ സ്ഥായി എന്ന് പറയുന്നത്. സ്തോത്രം. അന്യോന്യം സ്ഥായി പൂണ്ട്. എന്താ? ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ആ ഒരു എരിവ്, സുവിശേഷത്തിന് വേണ്ടി ഒരു എരിവ്. സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിൽ ഒരു എരിവ് നമുക്ക് വേണം. സ്തോത്രം. ദൈവിക കാര്യത്തിന് വേണ്ടി ഒരു എരിവ്, ദൈവിക കാര്യത്തിന് വേണ്ടി ശുഷ്കാന്തി. ഹല്ലേലൂയ. ഏലിയാവ് ഒരിക്കൽ പറഞ്ഞു, സ്തോത്രം, അവൻ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തി ചിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടിയുള്ള ശുഷ്കാന്തി, ദൈവത്തിന് വേണ്ടി.
മനുഷ്യർക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയുള്ള ശുഷ്കാന്തി. ശലോമോൻ ആലയം പണിതായിരുന്നു. അവൻ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അവൻ ആഗ്രഹിച്ചു, അവൻ്റെ അപ്പൻ വേറിയ മുതൽ സമ്പാദിച്ചു വെച്ചിരുന്നു. എന്നാൽ അപ്പനോട് പറഞ്ഞു, നീ പണിയണ്ട, നിൻ്റെ മകനാണ് പണിയുന്നതെന്ന് പറഞ്ഞു. അവൻ പണിയുവാനിടയായി തീർന്നു. അവൻ യാഗം കഴിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ സെക്കൈന അവിടെ ഇറങ്ങി വന്നിട്ട് ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വരാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിൽ എന്തുള്ളവരായിരിക്കണം? എരിവുള്ളവരായിരിക്കണം. നാം ഇതൊക്കെ പറയുകയും ചെയ്താലും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44 മുതൽ. എന്നെ അയച്ച പിതാവ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44 മുതൽ. തമ്മിൽ പിറുപിറുക്കേണ്ട, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അതൊരു മർമ്മമാകട്ടോ. നമ്മൾ എത്ര സുവിശേഷ പ്രവർത്തനം നടത്തിയാലും കർത്താവ് ഒരുത്തനെ ആകർഷിക്കാതെ അവൻ വരത്തില്ല. കർത്താവ് ഒരുത്തനെ ആകർഷിച്ചിട്ടില്ലെങ്കിൽ അവൻ വന്നാലും പിന്മാറിപ്പോവും. എന്ന് വെച്ചാൽ കർത്താവ് ആകർഷിക്കാതെ ഒരുത്തനെ നിൽപ്പാൻ കഴിയത്തില്ല. പിതാവ് ആകർഷിക്കാതെ, വായിച്ചമ്മള്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. എൻ്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ദൈവമക്കളായിരിക്കുന്നത്. പിതാവിന് നമ്മളോട് സ്നേഹമാണ്. ഈ നാട്ടിലെ പ്രദക്ഷിണമൊക്കെ പോകുമ്പോൾ എത്രായിരം ആളുകളാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ചുരുക്കം പേരേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന് നമ്മളോടൊരു ആകർഷണം തോന്നി. ദൈവത്തിന്, നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മളോട് ആകർഷണം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ അനുഭവത്തിലേക്ക് വന്നത്. സ്തോത്രം. അതൊക്കെ ഓർത്താണ് നമ്മൾ കർത്തൃദിവസത്തിൽ വന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടത്. കാരണം ദൈവം നമ്മെ ആകർഷിച്ചു, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ദൈവം ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു, ദൈവം കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു. കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപത്തെ ക്ഷമിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ആരാധനയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. വായിച്ചോ. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ ഒടുക്കത്തെ നാളിൽ. സ്തോത്രം. അത് കർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും പറയുക, ഒടുക്കത്തെ ഒരു നാളുണ്ട്, കർത്താവിൻ്റെ നാളുണ്ട്, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. യോഹന്നാൻ 13:34 കർത്താവ് പറയുക, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ഞാൻ പുതിയൊരു കൽപ്പന തരിക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശുശ്രൂഷയിലും ചില വെളിപ്പാടുകൾ ലഭിക്കും. അപ്പോസ്തലപ്രവൃത്തി 16:9 പൗലോസ് രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണുക, മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്നുള്ളൊരു ദർശനം. അപ്പോൾ അവൻ്റെ ദർശനം തന്നെ എന്താണെന്നറിയാവോ? സുവിശേഷ വേലയാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദർശനം എന്താ? സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചു 16:9 വായിച്ചു നമ്മള്. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോനിക്ക് കടന്നു വന്നു ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവന് ദർശനമാണ് കണ്ടത്. ചില ദൈവദാസന്മാർ ഒറ്റയ്ക്കായി നടക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ചേർന്ന് പ്രവർത്തിപ്പാനുള്ള വല്ല ദർശനവും നമുക്കുണ്ടെങ്കിൽ അവരോട് ചേർന്ന് പ്രവർത്തിക്കണം. അവരോട് ചേർന്ന് പ്രവർത്തിക്കണം. പരസ്യയോഗത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വന്ന് സഹായിക്കുക. ഒരു മനുഷ്യൻ പറയുക, നീ വന്ന് സഹായിക്കുക. ഹല്ലേലൂയ. തന്നെ ചെയ്യാൻ കഴിയാത്തതിന് വന്ന് സഹായിക്കുക എന്ന് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 1 തെസ്സലോനിയർ 4:11-18 കൂടെ വേഗം വായിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും. പുറത്തുള്ളവരോട് നമ്മൾ മര്യാദയായി നടക്കണം. പിന്നെ ഒന്നിനും മുട്ടില്ലാതിരിക്കാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും. പരകാര്യം നോക്കി നടക്കുന്നവരോടാ പറഞ്ഞ സ്വന്തം കാര്യം നോക്കാൻ. സ്വന്തം കാര്യം തന്നെ നോക്കുന്നവരോട് സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കാനും വചനം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും. സ്വന്തം കൈകൊണ്ട് വേല ചെയ്യണം. എല്ലാവരും വേല ചെയ്യണം. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ചില കുടുംബങ്ങളുണ്ട്. കൊച്ചുങ്ങൾ രാവിലെ എഴുന്നേക്കുന്നത് രാവിലെ 9 മണിക്കാണ്. വലിയ പഠിത്തമുള്ള പിള്ളേരാണ്. 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നത്. എന്നിട്ട് ഇതുങ്ങളെ ചിലയിടത്ത് ജോലിക്ക് വിടും. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം, ജോലിക്ക് വിടും. അവിടെ ചെല്ലുമ്പം ഞങ്ങൾക്ക് മെസ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ജോലി ഭയങ്കര ഭാരമാണ്. എന്തുവാ കൂടെ അടിക്കുകയെന്നോ? ഞാനൊക്കെ കൂടെ അടിച്ചിട്ടുണ്ട്. ആ ആശുപത്രിയിലെ ജോലി ഭാരമാണ്. എന്തോ ഭാരം? അദ്ദേഹത്തെ കൊണ്ട് വല്ല ഭാരമുണ്ടോ? ഒരു ഭാരവും ഇല്ല. സ്തോത്രം. പക്ഷേ എന്നാണെന്നറിയാവോ?
വീട്ടിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. എഴുന്നേൽക്കുന്നത് 9 മണിക്ക്. അങ്ങനെയൊക്കെ തുടങ്ങിയാൽ എവിടെയെങ്കിലും പോയി നിൽക്കുമോ? 9 മണിക്ക് എഴുന്നേൽക്കുന്നതൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് രാവിലെ എഴുന്നേൽക്കണം. സദൃശവാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവൾ രാവിലെ എന്ത് ചെയ്യുന്നു? എഴുന്നേൽക്കുന്നു. അമ്മമാരെ, കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയരുത്. അവിടെ രാവിലെ എഴുന്നേൽപ്പിച്ച് ശീലിപ്പിക്കണം. അടുക്കളപ്പണി ശീലിപ്പിക്കണം. ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ചെല്ലുന്നിടത്ത് ബുദ്ധിമുട്ടാന്ന് പറയും. പിന്നെ അപ്പനും അമ്മയും ബോറി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. എല്ലാവരും അടുക്കളപ്പണി ചെയ്യണം. അടുക്കളപ്പണി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അടുക്കളപ്പണി ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മറ്റ് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അതെല്ലാം ഭാരമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ ചില കുഞ്ഞുങ്ങളെ ഇതാക്കി കളയുക. സ്തോത്രം. ഇപ്പോൾ ആളുകൾ പറയുന്നത് യൂട്യൂബിൽ നോക്കി എല്ലാം പഠിച്ചോളാം എന്നാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് സ്വന്തം കൈ കൊണ്ട് എന്ത് ചെയ്യണം? വേല ചെയ്യണം. സ്വന്തം കൈ കൊണ്ട് എത്ര പേര് വേല ചെയ്യുന്നുണ്ട്? വേല ചെയ്യണം. 2 തെസ്സലോനിയർ 3:8 വാക്യം കൂടെ വായിച്ച് അങ്ങ് അവസാനിപ്പിച്ചേ. 2 തെസ്സലോനിയർ. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. പൗലോസ്ലീഹ ഇത്ര വലിയ അതിശ്രേഷ്ഠനായ അപ്പോസ്തലനായിട്ട് പറയുകയാണ്, ഞാൻ ആരുടെയും ആഹാരം വെറുതെ എന്ത് ചെയ്തിട്ടില്ല? അനുഭവിച്ചിട്ടില്ല. ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ ആഹാരം കഴിച്ചാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമ്മളൊന്ന് ചെയ്യണം. ഹല്ലേലൂയ. അവർ വീട്ടുകാരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ചെയ്യണം. ചില വീട്ടിൽ നമ്മൾ ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്താൽ, കൂടുതൽ ആളുണ്ടെങ്കിൽ ആ കഴിക്കുന്ന ഗസ്റ്റാണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള നല്ല പെൺപിള്ളേർ അകത്ത് വന്ന്, ആൻറ്റി ഞാൻ പാത്രം കഴുകി വെച്ചേച്ച് പോകാമെന്ന് പറയും. അത് പഠിപ്പിക്കുന്നതിൻ്റെ ഗുണമാണ്. ഹല്ലേലൂയ. അത് പഠിപ്പിക്കുന്നതിൻ്റെ ഗുണമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത്. അപ്പോസ്തലന്മാർ പറയാ, ഞങ്ങൾ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കേണ്ടതിനാ. അനുകരിപ്പാൻ ഞങ്ങളെ മാതൃകയാക്കേണ്ടതിനാ. ഇത് ആരെയും കാണിക്കാനല്ല, ഞങ്ങളെ അനുകരിപ്പാൻ ഒരു മാതൃക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. അടുത്തതോടെ വേഗം വായിച്ചേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഭയങ്കര ഒരു വാക്യാട്ടോ. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ എന്ത് ചെയ്യരുത്? തിന്നുകയും അരുത്. വളരെ ശ്രദ്ധിക്കണം. സഹോദരിമാരും ശ്രദ്ധിക്കണം, സഹോദരന്മാരും ശ്രദ്ധിക്കണം. വേല ചെയ്യാൻ മനസ്സില്ലെങ്കിൽ തിന്നരുത്. ഹല്ലേലൂയ. വേല ചെയ്യാൻ മനസ്സിലെ വചനം പ്രമാണം കൃത്യമായിട്ട് പറയുക. ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് ഫുഡാണ്. എന്നെ ടൊമാറ്റോയിലോട്ട് വിളിച്ച് പറഞ്ഞാൽ ഫുഡ് വീട്ടിലെത്തും. ടൊമാറ്റോ ആണ് എൽസ? സൊമാറ്റോ അല്ലേ? ഞാൻ ഓർഡർ കൊടുത്തിട്ടില്ല, അറിയത്തുമില്ല. അത് മറ്റേ ടൊമാറ്റോ ആണല്ലോ, ഇത് സൊമാറ്റോ. അതുപോലെ വേറെ ഓരോ സാധനം എല്ലാം വീട്ടിലെത്തും. എന്തൊരു സുഖം! പാത്രം കഴുകണ്ട, ഇതൊന്നും ശരിയായ പോക്കല്ല കേട്ടോ. അത് ഞാൻ എതിരുമല്ല. വല്ലപ്പോഴും നമ്മളിതൊന്ന് പരീക്ഷിച്ചെന്ന് കുഴപ്പമില്ല. നമ്മളിവിടെ ഗസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഗസ്റ്റ് വരുമെന്ന് ബ്ലെസ് ചെയ്യാറുണ്ട്. എന്നെ പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെയും പഠിച്ചില്ല. കാരണം എന്നാൽ അത്യാവശ്യത്തിന് ചെയ്യുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞത്. വേല ചെയ്യാതിരുന്നാൽ തിന്നാൻ പാടില്ല. ഇതാണ് പ്രമാണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സഹോദരപ്രീതിയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.